السلام عليكم ورحمة الله وبركاته. الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم على رسولك سيدنا ومولانا محمد النبي الممجد وعلى آله وصحبه الموفين الوعد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما الحياة الدنيا إلا لعب ولهو وللدار الآخرة خير للذين يتقون أفلا تعقلون. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇഅ്തികാഫിന്റെ നിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗത്തിലും നാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിച്ചിരുന്നവർ, നാം സ്നേഹിച്ചിരുന്നവർ, നമ്മെ സഹായിച്ചിരുന്നവർ, നമ്മുടെ ഖബർസ്ഥാനിലുള്ളവർ, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ദുആ വസീയത്ത് ചെയ്തവർക്കൊക്കെ അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഖുത്ബയിൽ നമ്മൾ ഓതുന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആം 32-ാമത്തെ ആയത്താണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഅബുൻ വലഹവുൻ വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂന അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ ഭ്രാന്തന്മാരാണോ? നിങ്ങൾ വിഡ്ഢികളാണോ? പൊട്ടന്മാരാണോ? അന്തമില്ലേ എന്ന് അല്ലാഹു തആല ഈ ആയത്തിന്റെ അവസാനം ചോദിക്കുകയുമാണ്. അല്ലാഹു തആല പറയാണ്, വമാൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ ജീവിതം അല്ല. ഇല്ലാ ലഅബുൻ വലഹവുൻ, കുറെ കളിയും ചിരിയും കളിയും തമാശയും, ഇതൊക്കെ തന്നെ ദുനിയാവിലെ ജീവിതം. വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക് ആഖിറം തന്നെയാണ് ഏറ്റവും ഖൈർ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം മതം ഒരിക്കലും കളിയെ എതിർക്കുന്ന മതമല്ല, വിനോദത്തെ എതിർക്കുന്ന മതമൊന്നുമല്ല. ഫിസിക്കൽ ട്രെയിനിങ്ങും ഫിസിക്കൽ സ്ട്രെങ്തിനു വേണ്ടി നമുക്ക് അല്ലാഹു തആല എല്ലാം അനുവദിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ പരിധി വിട്ട താരാരാധനകളിലേക്കും ആഭാസങ്ങളിലേക്കും താരപൂജകളിലേക്കും അതുപോലെ ആരാധനകളിലേക്കും ധാർമ്മിക നാശത്തിലേക്കും നമ്മുടെ സമൂഹം ഇന്ന് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ലോകം മൊത്തം ഒരു ചെറിയ ഫുട്ബോളിലേക്ക് ചുരുങ്ങുകയാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഫുട്ബോൾ ലോകത്തോളം വലുതാവുകയാണ് ഇനിയുള്ള ഒരു മാസക്കാലം. നമ്മളെല്ലാവരും ഈ കാലത്തിൽ ജീവിക്കുമ്പോൾ കളി കാണലും കളി ആസ്വദിക്കലും അല്ലെങ്കിൽ അതിന് വിവരം അറിയുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിനപ്പുറം ഒരു വിശ്വാസി അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ച് പരിമിതികളൊക്കെ വിട്ട് അതൊരു താരാരാധനയുടെ പരിവേഷത്തിലേക്ക് പോകുമ്പോൾ നിസ്കാരവും ജമാഅത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അതൊക്കെ ഒഴിവാക്കി സാമ്പത്തിക നഷ്ടങ്ങള്, വൈരാഗ്യങ്ങള്, വിരോധങ്ങള്, വ്യക്തി വിദ്വേഷങ്ങള്, പാരവെപ്പ്, അതിലേക്കൊക്കെ ഇന്നത്തെ കളി വിനോദങ്ങളുടെ അതിപ്രസരം മനുഷ്യനെ കൊണ്ടെത്തിക്കുകയാണ്. ഇത്തരുണത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്ത് നമ്മൾ ഇന്ന് ഖുത്ബയിൽ പരാമർശിക്കുന്നത്. അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലയോ? അൻആം സൂറത്താണ്. അഫലാ തഅഖിലൂ, നിങ്ങൾക്ക് ചിന്തയില്ലേ, ബോധമില്ലേ എന്ന്. അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കളി അനുവദിക്കാത്ത മതമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്ത മത്സരം, അമ്പെയ്ത്ത് മത്സരം, ഓട്ട മത്സരം, കുതിര സവാരി, അതിനുള്ള മത്സരം, നടത്തം, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളത്, ആരോഗ്യം, ഒരു മനുഷ്യന് ആരോഗ്യത്തെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. അൽ മുഅ്മിനുൽ ഖവിയ്യു, ആരോഗ്യവാനായ വിശ്വാസിയാണ് ഖൈറും വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്, നീച്ചാൻ പറ്റാത്ത, എഴുന്നേൽക്കാൻ കഴിയാത്ത, ദുർബലനായ, ആരോഗ്യമില്ലാത്ത വിശ്വാസിയേക്കാൾ റബ്ബിനിഷ്ടം ആരോഗ്യമുള്ളവനാണ്. അവർക്ക് ജമാഅത്തിന് പോകാൻ പറ്റും, നിസ്കരിക്കാൻ പറ്റും, ആരാധന കർമ്മങ്ങളിലൊക്കെ ശുഷ്കാന്തി കാണിക്കാൻ പറ്റും.
അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാക്കണം. ആരോഗ്യം പറ്റ ക്ഷയിച്ചു പോയ വ്യക്തിയോട് നിബിധങ്ങൾ പറഞ്ഞത് അരേക്കും ബിൻ നസ്രി, നടത്തം ശീലാക്കിയാലാ. നടക്കാൻ വേണ്ടി നടക്കണം. അരേക്കും ബിൻ നസ്ൽ, നീ നടക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ നടത്തവും മറ്റുമൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ്. അതിനൊന്നും ഒരിക്കലും മതം എതിരല്ല. പക്ഷേ ഇന്ന് അതിനേക്കാൾ ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, ഫിസിക്കൽ ആരോഗ്യത്തിന് വേണ്ടി, കപ്പാസിറ്റിക്ക് വേണ്ടി കളിക്കുകയാകാം. ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ പറ്റും, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ മക്കൾ ഇന്ന് വിലപ്പെട്ട സമയങ്ങൾ അതിനു വേണ്ടി മാത്രം നീക്കിവെച്ച് ഓരോ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന രീതിയിലേക്ക് വരെ ആരാധകർ പോകുന്നതിനെയാണ് ഇന്ന് ഞാൻ എതിർക്കുന്നത്, വിമർശിക്കുന്നത്. ഈ പ്രസംഗം കേട്ടിട്ട് പൂർണ്ണമായി കളിക്കെതിരാണ് എന്നാരും മനസ്സിലാക്കണ്ട. എന്റെ മുമ്പിലൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുതിയ ജൻസി പിള്ളേർ അല്ലെങ്കിൽ പുതിയ തലമുറ, അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ പരിശുദ്ധമായ മതം എല്ലാത്തിനും ഒരു അതിര് വെച്ചിട്ടുണ്ട്. ആ അതിര് നമ്മൾ ലംഘിക്കാതെ ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ നിന്നുകൊണ്ട് നിയ്യത്ത് നന്നാക്കിയിട്ടായിരിക്കണം എല്ലാം ചെയ്യേണ്ടത് എന്നർത്ഥം. അല്ലെങ്കിൽ കുടുംബത്തിനും നാടിനുമൊക്കെ ആപത്തുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ, കഴിഞ്ഞ വേൾഡ് കപ്പ് നടക്കുമ്പോഴാണ് എറണാകുളം ജില്ലയിൽ സൗദിയോട് അർജന്റീന തോറ്റപ്പോ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് എന്ത് കിട്ടി അവനക്ക്? അവന്റെ കുടുംബം വഴിയാധാരമായി, അവന്റെ ഭാര്യയും കുടുംബവും എല്ലാം തന്നെ നഷ്ടത്തിലായി, നാശത്തിലായി, തീരാ ദുഃഖത്തിലായി. എന്തിനാപ്പത്? അങ്ങ് ഖത്തറിൽ കടന്ന ലോകകപ്പില് സൗദിയോട് അർജന്റീന തോറ്റതാണ് വിഷയം. 2018 റഷ്യയിൽ ക്രൊയേഷ്യയോട് അർജന്റീന തോറ്റപ്പോ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല, ഞാൻ പോവുകയാണ്, എനിക്കൊന്നും ഇനി കാണണ്ട, ഈ കണ്ണുകൊണ്ട് ഇനി ഒന്നും കാണണ്ട. അർജന്റീനന്റെ വലയിലേക്ക്, പോസ്റ്റിലേക്ക് പന്തുരുള് കണ്ട ഞാൻ ഇനി ഈ കണ്ണുകൊണ്ട് വേറൊന്നും കാണണ്ട. തോറ്റപ്പോ, ക്രൊയേഷ്യയോട് തോറ്റപ്പോ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ 2 ആത്മഹത്യന്റെ കഥ പറഞ്ഞത്. കൊല്ലം ജില്ലയിലെ ശൂരനാട് മറ്റൊരു ചെറുപ്പക്കാരൻ, അവൻ ഇതുപോലെ ആത്മഹത്യ ചെയ്തു. അവൻ ഇഷ്ടപ്പെട്ട ടീം തോറ്റപ്പോ അവൻ ആത്മഹത്യ ചെയ്താണ്. ഇവിടെ ചാലക്കുടി തലയോരപ്പറമ്പ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, അന്ന് അവന്റെ ഭാര്യ പ്രസവിച്ചപ്പോ കുട്ടിക്ക് പേരിട്ടത് മെസ്സി എന്നാണ്. പേരെന്തുകൂടാ, അത് വേറെ വിഷയം. പക്ഷെ അവനിട്ട പേര് മെസ്സി എന്നാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വേങ്ങരയിൽ രായിൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ഒരു അഭിമുഖം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു, സംപ്രേഷണം ചെയ്തിരുന്നു. രായൻകുട്ടി എന്നാണ് പേര്. അവൻ പറഞ്ഞെന്താ അറിയോ? പെലെയെക്കുറിച്ചുള്ള പുസ്തകം 600 പേജുകൾ 3 വട്ടം ഞാൻ വായിച്ചു. അക്ഷരം പഠിച്ചതും അക്ഷരം വായിക്കാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യതാണ്. ഒരു വലിയ മുസ്ലിം പെണ്ണ് ബുർഖയും പർദ്ദയും മുഖമക്കനെയൊക്കെ ഇട്ടിട്ട് സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ പത്രക്കാരോട് പറയുന്നുണ്ട്, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വല്ലാത്ത സിനിമ എന്ന് പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ ലോകം എന്ന് പറയാം. കള്ളു കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കള്ളു കുടിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരായിക്കൊണ്ടിരിക്കുക. അപ്പൊ കുട്ടിക്ക് ആ പേരിടുക. അതുപോലെ തന്നെ 600 പേജുള്ള പെലെയെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചപ്പോൾ അക്ഷരാഭ്യാസം പഠിച്ചത് ഇപ്പോഴാണ് എനിക്ക് മുതലായത്. പരിശുദ്ധ ഖുർആൻ ഓതിയതൊന്നുമല്ല. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന് ഞാൻ എല്ലാ കളിയും കണ്ടിട്ട്, അതുകൊണ്ട് എനിക്ക് ജീവിത ഗൾഫിക്ക് ഒന്ന് ശമ്പളമൊക്കെ പറ്റ കുറവാണ്. പക്ഷെ എല്ലാ ദുഃഖവും ഞാൻ മറന്ന ഇമലാണ്. ഉംറക്ക് പോയ മാതിരി, ഹജ്ജിന് പോയ മാതിരി ആ ഒരു ആവേശത്തിലൊക്കെ നമ്മൾ മാറുമ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ അന്തല്ലേ, ഇതിനു വേണ്ടി സമയം കളയാണോ? നമ്മളെ ചെറുപ്പക്കാരാണ് മലപ്പുറത്ത് 400 അടി വലിപ്പത്തിലുള്ള ഫ്ലക്സ് വെച്ചത്. കാരണം ഇപ്പുറത്തുള്ള ടീം 350 അടി ഫ്ലക്സ് വെച്ചു. എത്ര ഹൈറ്റ് വേണം? 2-3 മീറ്റർ ഹൈറ്റ് ഉണ്ട്. എത്ര കമ്പിന് വേണം? എത്ര ചെലവ് വരും? പ്ലാസ്റ്റിക്കുകളും മറ്റുമൊക്കെ പ്രകൃതി മലിനീകരണമാണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് തലത്തിൽ വരെ ബോധവൽക്കരണങ്ങളും അവയർനെസ് ഒക്കെ ഉണ്ട്. അങ്ങനെയെങ്കിലും ജസ്റ്റ് ചിന്തിച്ചുകൂടെ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മളെ മഹല്ലിലും എല്ലായിടത്തും ഉണ്ട്. ഞാൻ അവരെ എതിർക്കുകയല്ല, ഞാൻ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അപ്പൊ 400 അടി 350 അടിയൊക്കെ നീളമുള്ള ഫ്ലക്സ് വെച്ച് നമ്മുടെ ചെറുപ്പക്കാർ എത്ര പണം ഇതിന് ചെലവഴിച്ചിട്ടുണ്ടാവും, എത്ര പൈസ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. നാട്ടിലൊരു ദീനീ പരിപാടി വരുമ്പോ, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ കല്യാണത്തിനോ അല്ലെങ്കിൽ നാട്ടിൽ രോഗിയെ സഹായിക്കാൻ, അതിനൊന്നും ചെറുപ്പക്കാരെ കാണൂല. അതിന് പൈസ ഇറക്കൂല, അതിന് മണ്ടിപ്പായി ഒന്നുമില്ല. പാവം മദ്രസ കമ്മിറ്റിക്കാര്, പള്ളി കമ്മിറ്റിക്കാര് കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന കാണാം. ഒരു മാസം ചെലവായ പൈസ ശമ്പളം കൊടുക്കാനോ മറ്റോ പിരിക്കാനൊക്കെ മണ്ടിപ്പാഞ്ഞ് ഇടങ്ങേറാവാണ്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാർ ലക്ഷങ്ങൾ ഇതിനു വേണ്ടി പൊടിപൊടിക്കുകയാണ്. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കളിയെ എതിർക്കുന്നില്ല എങ്കിലും അതിന്റെ പരിധി വിട്ട താരാരാധനയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിഷയം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം. ഇന്നിപ്പോ ഇവരെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഫലസ്തീനിൽ 7 മാസം മാത്രം പ്രായമായ പിഞ്ചു പൈതൽ, ആ 7 മാസം മാത്രം പ്രായമായ പിഞ്ചു പൈതലിന്റെ ശരീരത്തിലേക്ക് ഇസ്രായേൽ പട്ടാളക്കാർ എത്ര വട്ടമാണ് വെടിവെച്ചതെന്നറിയോ? 4 വട്ടമാണ്. ഈ 7 വയസ്സ് മാത്രം പ്രായമായ ഈ പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് 7 വട്ടം വെടിവെക്കാൻ ആ കുഞ്ഞിന് സ്ഥലം ഉണ്ടാവോ ശരീരത്തിൽ? ഒരു ചെറിയ 7 ആ ഒരു കുഞ്ഞാൻ. അങ്ങനെയൊക്കെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ കൊന്നൊടുക്കിയ
ഇസ്രായേലിന് ലോകത്ത് ഏറ്റവും അധികം പിന്തുണ കൊടുത്തതും സാമ്പത്തിക സഹായം ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം അർജന്റീനയാണ്. ഞാൻ അർജന്റീന എതിർക്കൊന്നല്ല, എന്നോട് വ്യക്തിവിരോധമൊന്നും വേണ്ട, ഞാൻ വിഷയം വിലയിരുത്തുക. അങ്ങനത്തെ അവരെ നമ്മൾ ആരാധിച്ച് അവരെ കൊടിയും അവരെ ഫോട്ടും അവരെ ഫ്ലക്സും അവരെ കട്ടൗട്ടും ലക്ഷക്കണക്കിന് ഉറുപ്പ ചെലവഴിച്ച് നമ്മളെ മുസ്ലിം പിള്ളേര് പൊന്തിക്കുമ്പോ നാളെ റബ്ബ് ചോദിക്കൂലേ? ഖുർആൻ പറഞ്ഞ മതി, അഫലാത്ത അഖീലൂൻ. ഞാൻ ഇവർക്കൊന്നും എതിരല്ല, ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരാണ്, ഞാൻ ഇപ്പോഴും കളിക്കാൻ കഴിയും ചെയ്യും, അതൊക്കെ ശരിയാണ്, അതൊക്കെ നല്ലതാണ്. പക്ഷേ പരിധി വിട്ട ആരാധനയൊക്കെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പോവാണ്. ഈ പ്രസംഗം കൊണ്ട് എല്ലാവരും മാറുമെന്നൊന്നും എനിക്ക് ബോധമല്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, നമ്മുടെ മക്കൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധമെങ്കിലും ഉണ്ടാക്കാനോ എന്ന് മാത്രമാണ് ഇന്നൊരു പ്രബോധകന്റെ ഏറ്റവും വലിയ മനസ്സിന്റെ നിർവൃതി. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കാൻ, ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പോലും അതിന് പരിധി വെക്കുന്നുണ്ട്. നമ്മളെ മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിം ചെറുപ്പക്കാരെ ഇവിടത്തെ പല ശക്തികളും ദുശക്തികളും അല്ലെങ്കിൽ ഗൂഢശക്തികള് വെറും കളിന്റെ ആൾക്കാരാണ്, ഫുട്ബോളിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് നമ്മളെ മൂച്ചിമ്മ കയറ്റി നമ്മുടെ ചെറുപ്പക്കാരെ ഇങ്ങോട്ട് ഇറക്കി വിടുകയാണ്. ഒരു നിലക്കുള്ള ബ്രെയിൻ വാഷ് കൂടി ഇതിനുള്ളിലുണ്ട്. മലബാറിലെ മക്കള് അല്ലെങ്കിൽ മലപ്പുറത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ അവർക്ക് മതമാണ്, മറഡോണ രാജാവാണ്, അവർക്ക് ഏറ്റവും വലുത് കളിയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പത്രങ്ങളും മാധ്യമങ്ങളും എങ്ങനെ വരുത്തി തീർക്കുമ്പോൾ നമ്മള് പിള്ളേരെ അറിയാതെ അതിലേക്കാണ്ട് വീണു പോവാണ്. അങ്ങനെ നമ്മൾ കേരളത്തിലേറ്റ് ഇതൊന്നും ഒരുപക്ഷെ കോട്ടയത്തും തൃശ്ശൂരും പത്തനംതിട്ടയിലും ഇടുക്കിയിലും തിരുവനന്തപുരത്തും ഒന്നും പോയാൽ ഇതുപോലെയുള്ള ആവേശങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കഴിഞ്ഞ ദിവസം കോട്ടയം മലപ്പുറം ജില്ലയും തമ്മിൽ കളിയുണ്ടായി. മലപ്പുറത്ത് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ 25,000 ആൾക്കാർ പങ്കെടുത്തു. 25,000 ആൾക്കാർ. മകരവിന് മുമ്പാ കളി ആരംഭിക്കണത്. സമനിലയിൽ പിരിഞ്ഞു, പിന്നെയും കളിക്കാൻ സമയം കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം 8:30 മണി ഇശാബാങ്ക് കൊടുത്തിട്ടുണ്ട്. 25,000 ആൾക്കാർ ഗാലറിയിലുണ്ട്. 22,000 മുസ്ലിമീങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ആ കളി കണ്ട 25,000 ആളുകളിൽ 22,000 മുസ്ലിം ചെറുപ്പക്കാർക്ക് അന്ന് മഗ്‌രിബ് കിട്ടിയിട്ടില്ല. സത്യം. അന്ന് മഗ്‌രിബ് പോയിട്ടുണ്ട്. ആ മഗ്‌രിബ് ഖളാ ആയിട്ടുണ്ട്. കാരണം ഗാലറിയിൽ കളി പൂർത്തിയാക്കാതെ വരാൻ പറ്റൂലല്ലോ. ഈ അവസ്ഥയിലേക്ക് ഖുർആൻ കള്ളിനെ നിരോധിച്ചപ്പോ, ചൂതാട്ടത്തെ നിരോധിച്ചപ്പോ ഖുർആൻ പറഞ്ഞെന്താ? വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടാക്കും പിശാച്. വൈരാഗ്യം ഉണ്ടാക്കി തരും, വ്യക്തിവിരോധം ഉണ്ടാക്കും. ഏറ്റുമുട്ടി നമ്മളെ മലപ്പുറം ജില്ലയിൽ ബ്രസീൽ ആരാധകന്മാരും അർജന്റീന ഫാൻസും ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രകടനം നടന്നു. ഞാൻ പറഞ്ഞത് പരിധി വിട്ട അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണ്. ഖുർആൻ പറഞ്ഞത് കള്ള് നിരോധിച്ചതും ചൂതാട്ടം നിരോധിച്ചതും ഒക്കെ വാതുവെപ്പ് നിരോധിക്കാനൊക്കെ കാരണം എന്താ? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിങ്ങൾക്കിടയിൽ വൈരാഗ്യം വ്യക്തിവിദ്വേഷവും ഇത് ഉണ്ടാക്കി തരും. അതുകൊണ്ട് പാടെ വെടിയണം എന്ന് ഖുർആൻ പറയാ. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്. ദിക്റിനെ തൊട്ട് നിങ്ങൾ അകറ്റും. അള്ളാഹുവിന്റെ സ്മരണയെക്കുറിച്ചും ദൈവസ്മരണ അള്ളാഹു എന്ന ബോധത്തെക്കുറിച്ചൊക്കെ നിങ്ങളെ തിരിച്ചു കളയും മക്കളെ. വഅനിസ് സ്വലാ. നിസ്കാരത്തെ തൊട്ടും തിരിച്ചു കളയും. നിസ്കാരം ഒന്നും കുട്ടൂല പിന്നെ. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ. നിർത്തിക്കൂടെ ചങ്ങായിമാരെ? ഖുർആൻ ആയത്താണ്. ഇത് കേട്ടപ്പോ കള്ള് കുടിക്കുകയായിരുന്ന സ്വഹാബികൾ മദ്യം വായിലേക്ക് ഒഴിക്കാൻ നേരത്തെ ആയത്ത് കേട്ടപ്പോ വലിച്ചെറിഞ്ഞു. ചരിത്രത്തിൽ കാണാം. അവർ പാടെ വലിച്ചെറിഞ്ഞു, അതിന് ഒഴിവാക്കും ചെയ്തു. അതിന് കാരണം ദിക്ർ മുടക്കും, സ്വലാത്ത് നിസ്കാരം മുടക്കുന്ന അതല്ലേ ഇന്നത്തെ പരിധി വിട്ട കളികളും നമ്മുടെ മക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതം അതാണ്. നിസ്കാരം ഒന്നും ഉണ്ടാവില്ല, ജമാഅത്ത് ഉണ്ടാവില്ല, കുട്ടികളെ പഠിപ്പ് മുടങ്ങും. ഈ അടുത്ത് കോട്ടയംകാരനായ വ്ളോഗർ ചെയ്തു. പാതിരാ സമയത്ത് കോഴിക്കോട് യാത്ര ചെയ്യുമ്പോൾ രാത്രി 12 മണിക്ക് കുട്ടികൾ വണ്ടിക്ക് കൈയാട്ടി നിർത്തിയപ്പോൾ SLCക്ക് പഠിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ അവർ കളി കണ്ടുവരാണ്. സെവൻസ് കളി കണ്ടുവരാണ്. 2 ദിവസം കഴിഞ്ഞ SLC പരീക്ഷയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട, കുട്ടികൾക്ക് പിന്നെ എങ്ങനെ പഠനത്തിൽ താല്പര്യം കിട്ടുക, എങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടുക? ദിവസങ്ങളോളം ഉറക്കൊഴിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് ഉറക്കൊഴിച്ചാൽ ക്ലാസ് എത്തിക്കാൻ പറ്റില്ല. ഒരു ക്ലാസ് പോയാൽ ഒരു ചാപ്റ്റർ ശരിക്കും ബൈഹാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ പറഞ്ഞ തിയറി പഠിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ കയറൂല. ഇന്നത്തെ കുട്ടികളെ മാത്തമാറ്റിക്സ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിദ്യാഭ്യാസ സിലബസും അങ്ങനെ തന്നെ. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ മേൽ ബേസ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണോ അതിന്റെ കണ്ടിന്യൂസ് ആയിരിക്കും. ആ കണ്ടിന്യൂസ് നഷ്ടപ്പെടുകയാണ്. അത് കുട്ടിയെ പഠനത്തെ ബാധിക്കും. അങ്ങനെ നമ്മുടെ കുട്ടി ഒന്നിനും കൊള്ളാത്ത പൊള്ളന്മാരായി മാറും ചെയ്യും. അപ്പൊ അത് പരിധി വിട്ട രീതിയിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നതിന് രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയോ, AD 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഒക്കെ ബ്രിട്ടീഷിലെ, എന്നറിയാൻ സാധിക്കും നമുക്ക്, ബ്രിട്ടീഷിലെ പ്യൂരിറ്റൈൻ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് അവർ ഈ കളി നിരോധിച്ചു. പാടെ നിരോധിക്കല്ല, ചെറുപ്പക്കാര് വഴിതെറ്റിപ്പോയപ്പോൾ നിരോധിച്ച് ചർച്ചിന്റെ കീഴിൽ ചാട്ടവാറടി പാസ്സാക്കുകയും ഇന്നും അയർലൻഡില് ഞായറാഴ്ച ഫുട്ബോൾ കളിക്കാൻ പറ്റൂല, ജയിൽ ശിക്ഷയാണ്. 1965 ഐറിഷ് പാർലമെന്റ് നിയമം പാസ്സാക്കി കുട്ടികൾക്ക് വഴി തെറ്റുന്നുണ്ട്. അതുകൊണ്ട് ഫുട്ബോൾ കളി ഞായറാഴ്ച നിരോധിക്കണം. ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ട ദിവസമാണ്, അവർക്ക് ചർച്ച പോകേണ്ട ദിവസം ഞായറാഴ്ച. എന്നും ആ നിയമമുണ്ട്. ആ നിയമത്തിന്റെ പേര് സൺഡേ ഒബ്സർവൻ ആക്ട് എന്നാ.
സൺഡേ ഒബ്സർവൻസ് ആക്ട് എന്നാണ്. ഇന്നും ആ നിയമം അയർലൻഡിലുണ്ട്. ഞായറാഴ്ചകൾ പള്ളിയിലേക്ക് ചെറുപ്പക്കാർ വരട്ടെ, കളിച്ചാൽ അവർക്ക് നിരോധനം, അവർക്ക് ശിക്ഷ വരും. അതുകൊണ്ട് തന്നെ ഫിഫ വേൾഡ് കപ്പിൽ ഇന്നും അയർലൻഡ് വന്നിട്ടില്ല. കളിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ഈ നിയമമാണ്. ഇങ്ങനെ അങ്ങ് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഖുർആൻ പറയുന്നു. അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിക്കണം. കളി കാണലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിന്റെ സ്കോർ അതൊന്നും അല്ല ഇവിടെ വിഷയം. അതൊരു ഭ്രാന്തായി നമ്മുടെ ചെറുപ്പക്കാർ മാറ്റിക്കഴിഞ്ഞാൽ കുട്ടിക്ക് പേരിടൽ അത് പച്ച കുത്തൽ. മുസ്ലിം ചെറുപ്പക്കാര് പച്ച കുത്തിയതിന്റെ മെസ്സിയുടെ ഫോട്ടോ പച്ച കുത്തിയത് മുസ്ലിം ചെറുപ്പക്കാര്. എത്രത്തോളം നമ്മുടെ മക്കൾ അധപ്പതിക്കുന്നു ആലോചിച്ച് നോക്കിയാൽ ഇവരെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കണം. വിക്കിപീഡിയ സെർച്ച് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് ബ്രിട്ടീഷ് സൺ പത്രം കൃത്യമായി ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ അവരെ വ്യക്തിപരമായി എന്തെങ്കിലും പറയുകയോ മറ്റൊന്നുമല്ല, പക്ഷെ പഠിക്കാനും മനസ്സിലാക്കാമാണ് പറയും. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാര് 10,000ങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ചുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ അതിന്റെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് പഠിക്കണം, ഒന്ന് മനസ്സിലാക്കണം. വളരെ പരിതാപകരമാണ് എന്ന് മനസ്സിലാക്കുക. വൈസുദ്ധക്കും മനസ്സിലാത്തി വഅൻദിക്രില്ല, അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ അകറ്റും, നിസ്കാരത്തിനെ തൊട്ട് നിങ്ങൾ അകറ്റും എന്ന് പരിശുദ്ധമായ ഖുർആൻ കൃത്യമായിട്ട് പറയാം. എവിടെ നോക്കിയാലും കട്ടൗട്ടുകളാണ്, എവിടെ നോക്കിയാലും നെയ്മറിന്റെ കട്ടൗട്ട്. 18 ഭാര്യമാരാണ് നെയ്മർക്കുള്ളത്. 18 ഭാര്യമാർ. എത്രത്തോളം സംസ്കാരം എന്നറിയാലോ, ഞാൻ കുറ്റപ്പെടുത്തല്ലോ. 18 ഭാര്യമാരായി നെയ്മർക്കുള്ളത്, 18 കാമുകിമാര്. കല്യാണം കഴിച്ചിട്ടുള്ളെന്നർത്ഥം. ഒന്നൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. മദ്രസ സ്കൂളിൽ പോയിട്ടെന്നല്ല, പ്രാഥമിക വിദ്യാഭ്യാസമല്ല, 1ാം ക്ലാസ്സിൽ പോയിട്ടും പോയില്ല. വട്ടപൂജ ഒന്നും അറിയില്ല എന്നർത്ഥം. ഇങ്ങനെ വട്ടപൂജ്യമായ തീരെ ക്ലാസ്സിൽ പോകാത്ത ഒരു വൃത്തികെട്ട പെണ്ണിന്റെ മുടിയുള്ള ഒരു പെണ്ണിനെ കയ്യിൽ പച്ച കുത്തി നടക്കുന്ന നെയ്മർ. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ കളി കണ്ടോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ. അതിനപ്പുറം അതിനുവേണ്ടി 10,000 20,000 ചെലവഴിച്ച് കട്ടൗട്ട് വെച്ച് നമ്മൾ ആരാധിക്കുന്ന രീതിയിലാകുമ്പോൾ റബ്ബിന്റെ കോടതി റബ്ബ് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് മറുപടി പറയാനുണ്ട്? ഖുർആൻ ചോദിക്കണം, അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾ ആലോചിക്കണില്ലേ? 18 ഭാര്യമാരെ കൊണ്ടെടുക്കാം. അവരെ വ്യക്തി ആക്ഷേപിക്കാനല്ല. അള്ളാഹുവിന്റെ നിബിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. അല്ലാഹുവേ ലാ തജ്അൽ ലി ഫാജിൻ, അലയേതാ ഒരു ഫാജിറിനെയും മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരവസ്ഥ പടച്ചോൻ എനിക്ക് തരരുതേ തമ്പുരാനെ. നിബിധങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ ദുആയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ ദുആ ചെയ്ത ദുആയാണ്. അല്ലാഹുമ്മ പടച്ചോനെ ലാ തജ്അൽ ലി ഫാജിറിൻ ഇൻദി യദൻ ഫയുഹിബ്ബുഹു ഖൽബി, എന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന, മനസ്സിൽ താലോലിക്കുന്ന, ആരാധിക്കുന്ന ഇഷ്ടം ഒരു ഫാജിറിനോട് എനിക്ക് നൽകരുതേ തമ്പുരാനെ. നമ്മൾ ദ്വാരക്കാൻ പറഞ്ഞതാ. നമ്മളെ കുട്ടികൾക്ക് എന്ത് വെറുപ്പാണുള്ളത്? എന്ത് തമ്പാട്ടം ചെയ്താലും കളിയെ മതമാക്കി കണ്ടാൽ, മക്കരപ്പറമ്പ് മൂലിയാർ കളിയില് ഓവറായി, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഓവറായി ബ്രഹ്മം പാടില്ലായിരുന്നു. പിറ്റേ ദിവസം ഫ്ലക്സ് വെത്തി. പള്ളിയിലെ ഉസ്താദ് എന്ത് പറഞ്ഞാലും ശരി, കപ്പ് ബ്രസീലിനെ കൊണ്ടുപോകും. കുട്ടികൾ വെച്ചു. ഇന്നത്തെ ലോകം അതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, പണ്ഡിതന്മാർക്ക് പറയേണ്ട ധർമ്മമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇവരുടെ വ്യക്തി ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരെ പണം ചെലവിക്കാൻ ആർക്ക് വേണ്ടിയ? പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നു തള്ളുന്നവർക്ക് എല്ലാ നിരക്കുള്ള പിന്തുണയും കോടികൾ സമ്മാനിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് രാജാക്കന്മാരെ പോലെ, ദൈവങ്ങളെ പോലെ അവരെ കൊണ്ടു നടക്കുമ്പോൾ എത്രമേൽ ദയനീയമാണ്, എത്രമേൽ അസഹ്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പങ്കുവച്ചു എന്ന് മാത്രം. വളരെ ഗുരുതരമാണ് വിഷയം. ലയണൽ മെസ്സി സ്കൂളിൽ പോയിട്ടില്ല, പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ല. സ്വന്തം ഒരു കള്ളിറക്കിയിട്ട്, കള്ളിന്റെ പേരിൽ മെസ്സി ദ കിങ് ഓഫ് ഫുട്ബോൾ, ആ കള്ള് കുടിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം. ലോകത്ത് ഏറ്റവും അധികം ബ്രാൻഡ് വിറ്റയിക്കപ്പെട്ട ഒരു സ്വന്തമായി പേരിൽ കള്ളുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇവരെ നമ്മളെ കുട്ടികൾ ആരാധിക്കുകയാണ്. അവരെ കളി കാണാനോ ഇഷ്ടപ്പെടുക, അതിനൊക്കെ പരിധി വിട്ടതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോ, ആലോചിച്ച് നോക്കി. ക്രിസ്ത്യാനോ റൊണാൾഡോ, അയാളെ പറ്റി ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വളരെ 6 കുട്ടികളുണ്ട്, ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഓന്റെ ഫോട്ടോ ആണ് നമ്മളെ കുട്ടികളെ കട്ടൗട്ടാക്കി വെക്കുന്നത്. 6 അറിയിക്കണം, 6 കല്യാണം കഴിച്ചിട്ടുള്ള 6 കുട്ടികൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസവും ഇല്ല. ഇതൊക്കെ നമ്മളെ മക്കളെ മനസ്സിനെ സ്വാധീനിക്കുമ്പോ, അതിനുവേണ്ടി പൈസ ചെലവഴിക്കുമ്പോ, ഇതിനാടാ നീ പൈസ ചോദിച്ചത്? അള്ളാഹ് ചോദിക്കൂല നമ്മളോട്. മിൻ അൻമാലിഹി മിൻ ഐന ഇക്തസബു വഫീമ അൻഫഖ. പള്ളിക്കും മദ്രസക്കും 50 റുപ്യ കൂട്ടി തന്നാൽ ഒച്ചപ്പാടുണ്ടാക്കുന്നത് നമ്മള്. ഇതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോ, നിങ്ങൾക്കൊരു ചെറിയ ഖുർആൻ പറഞ്ഞപ്പോ സത്യമാണ്. ഇന്നമാ യുരീദു ശൈത്താൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിങ്ങൾക്കിടയിൽ വൈരാഗ്യം ഉണ്ടാക്കും. ഈജിപ്തിൽ 180 പേര് കൊല്ലപ്പെട്ടു. ഫതഹ് ടീമും മദർ ടീമും തമ്മിലുള്ള കളിയിൽ ഒരു ടീം തോറ്റപ്പോ, ഈജിപ്തിൽ മുസ്ലിം രാജ്യമാണ്, ഒരു ഫുട്ബോൾ കളിയിൽ തോൽവിയുടെ ഭാഗമായി നടന്ന അടിയിലും സംഘർഷത്തിലും 200ഓളം ആൾക്കാർ കൊല്ലപ്പെടുകയാണ്. ഇന്തോനേഷ്യ ലോകത്തെ ഏറ്റവും അധികം മുസ്ലിമീങ്ങളുടെ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ, പിന്നെ നമ്മുടെ ഇന്ത്യയാണ്. ഇന്തോനേഷ്യയിൽ കൊല്ലപ്പെട്ടത് ഒരു ചെറിയ ഫുട്ബോൾ കളി കഴിഞ്ഞു. ആ ഫുട്ബോൾ കളി കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായത് എത്ര ആൾക്കാരെ കൊല്ലപ്പെട്ടെന്ന് വെച്ചാൽ 222 പേര് ഇന്തോനേഷ്യ ഒരു ഫുട്ബോൾ കളി കഴിഞ്ഞപ്പോ കൊല്ലപ്പെട്ടു. 1964 പെറുവിന്റെ കളി ഉണ്ടായിരുന്നു. പെറു തോറ്റിട്ടുള്ള സമനിലയായി.
അപ്പൊ റഫറി സമനില ശരിയായില്ല, ഗോൾ അടിച്ചിട്ട് കൂട്ടിയില്ല എന്ന് പറഞ്ഞ അടിപിടിയും കച്ചറയായിട്ട് ആ ഒരു ഗ്രൗണ്ടിൽ വെച്ച് മാത്രം കൊല്ലപ്പെട്ടത് 328 പേരാ. ഈ കളി കൊണ്ടുണ്ടായത് 328 പേര് ആ ഒരു ഗ്രൗണ്ടിൽ വെച്ച് മാത്രം കൊല്ലപ്പെടുകയാണ്. ഇന്തോനേഷ്യയിൽ കൊല്ലപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഘാനയിൽ ആ ഒരു സ്റ്റേഡിയത്തിൽ മാത്രം ഒരു കളി കഴിഞ്ഞപ്പോൾ 127 പേര് കൊല്ലപ്പെട്ടു. 1989 ഇംഗ്ലണ്ടിലെ ഗ്രൗണ്ടിൽ 99 പേര് കൊല്ലപ്പെട്ടു. ഇതുപോലെ തന്നെ ഈജിപ്തില് കഴിഞ്ഞ 2012 കൊല്ലപ്പെട്ടത് 79 പേരായിരുന്നു. 79 പേര് കൊല്ലപ്പെട്ടു. 1968 അർജന്റീന ഒരു കളിക്കളത്തിൽ 71 പേര് കൊല്ലപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം, റഷ്യയിൽ നടന്ന ലോകകപ്പ് 82 62 കൊല്ലപ്പെട്ടു. ഇത് നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെടൽ എന്തെങ്കിലും വൈരാഗ്യങ്ങള്, വിദ്വേഷങ്ങള്, അടിപിടി, കച്ചറ ഒക്കെ ഉണ്ടായത് കഴിഞ്ഞ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ലോകകപ്പിലേക്ക് നമ്മുടെ ലോകം ചുരുങ്ങാൻ, കളിയിലേക്ക് ഒരു പന്തിലേക്ക് ചുരുങ്ങാൻ. എന്താവട്ടെ, കളി കാണലോ അന്വേഷിക്കലോ അതിനെപ്പറ്റി ഒന്നുമില്ല ഞാൻ പറഞ്ഞത്. പരിധി വിട്ട ആരാധനയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോയാൽ ആരോഗ്യത്തെ ബാധിക്കും, പഠനത്തെ ബാധിക്കും, അവരുടെ ചിന്തയെ ബാധിക്കും, അവരുടെ പുരോഗതിയെ ബാധിക്കും. റബ്ബിന്റെ ബറക്കത്ത് അല്ലാഹു വലിച്ചൂരുകയും ചെയ്യും. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം അങ്ങനെ ഒരു വിദേശിയെ പോലെയാണ് തുടങ്ങിയത്. അങ്ങനെ തന്നെ ഇക്കാരം നല്ല കാര്യം പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഒറ്റപ്പെട്ട് നടക്കേണ്ടി വരും. വസയഊദു കമാ ബദാ ഫതുബാ ലിൽ ഖുറബാ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. കളിയാവാം, പക്ഷേ അതൊക്കെ ഒരു പരിധി നമുക്ക് വേണം. ചോറ് കഴിക്കുമ്പോൾ അച്ചാർ തൊട്ടുകൂട്ടാനുള്ളതാണ്. ചോറിന്റെ മാതിരി അച്ചാറിനെ കണ്ടാലും ചോറിന് അച്ചാറ് പോലെയും കാണുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് കാര്യങ്ങൾക്കിടയിൽ കളിയാകുന്നതിന് പകരം ജീവിതം മുഴുവനും കളിയാക്കി നമ്മുടെ മക്കൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊരു വലിയ സംഭവമായി കാണാം. അതിനുവേണ്ടി അത്രയും പൈസ ചെലവഴിക്കുക, അതൊക്കെ നമ്മുടെ മക്കളെ ഭാവിയെ ബാധിക്കും. അതിനേക്കാൾ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മുടെ ധാർമ്മികതയെയും ദീനിനെയും ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ആത്മഹത്യ ഇപ്പൊ കണ്ടില്ല, 36,000 ഒരു കൊല്ലം ആത്മഹത്യ. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയുടെ ദേശീയ നിരക്ക് നോക്കിയാൽ ദേശീയ ശരാശരിയുടെ 4 ഇരട്ടി കേരളത്തിലാണ് ആത്മഹത്യ. എന്റെ കുടുംബ പ്രശ്നങ്ങൾ കൂടിയുണ്ട്, ഞാൻ ആ വിഷയത്തിലേക്ക് വരാൻ. കുടുംബ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം നമ്മുടെ മക്കളും നമ്മുടെ ഇന്നത്തെ കൂടെ എങ്ങനെ ഒരു കുടുംബമായി ജീവിക്കണം ഇന്ന് നമ്മുടെ തലമുറക്ക് അറിയുന്നില്ല. ഒരു മഹല്ല കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം, പള്ളിയിലെ ഖാദിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള പണി കുടുംബ കേസ് തീർക്കലാണ്. ഒരു കൗൺസിലർ എടുത്ത് കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് കൊണ്ടുപോയി എത്ര സമയം ചെലവഴിച്ചിട്ട് ഒരു കേസ് പഠിക്കേണ്ട ആവശ്യം? ഇത് പെരയിലെ കച്ചറുണ്ടാക്കാൻ നേരെ മൂല്യാർ റൂമ് വരിക. മൂല്യാർക്ക് ഇതൊക്കെ പഠിച്ചിട്ടാക്കേണ്ട 2 ടീമിനെ കേൾക്കണം അല്ലേ? ഇത് എത്രമാത്രം പ്രയാസം ബുദ്ധിമുട്ടുള്ള കേസാണ്. ഈ മഹലില് 5 കൊല്ലത്തിനിടയിൽ 60 വിവാഹമോചനം. ഒരു ചെറിയ മഹലാണ്, 5 കൊല്ലത്തിനിടയിൽ 60 ഡൈവേഴ്സ്. പഴയ കാലത്തിനേക്കാൾ ഡൈവേഴ്സ് അധികരിച്ചു. കാരണം എന്താണ്? കുടുംബജീവിതം നമ്മളെ മക്കൾ പഠിക്കണില്ല. നമ്മൾ ലിബറൽ ചിന്താഗതിയിലേക്ക് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറയാം, നമ്മുടെ അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ല കമ്മിറ്റി, ഫറൂഖ് മഹല്ല കമ്മിറ്റി അടിയന്തരമായി ഗണ്യമായി ഇതിനു വേണ്ടി ഈ വിവാഹമോചന കേസിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ തടയിടാനും ഒരു അവബോധം കൊടുക്കാനും അവയർനെസ് കൊടുക്കാനും വളരെ ശാസ്ത്രീയമായി സമഗ്രമായി സുതാര്യമായ ഒരു പ്രീമാരിറ്റൽ കോഴ്സ് ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാസം ജൂൺ 28 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഇൻഷാ അല്ലാഹ് ചന്തക്കടവ് മദ്രസയിൽ വെച്ച് ഉദ്ഘാടന കർമ്മം ഈ വിനീതൻ തന്നെയാണ് നിർവഹിക്കുന്നത്. പ്രഗത്ഭരായ നൈപുണ്യമുള്ള ഒരുപാട് ക്ലാസ് എടുത്ത സൈക്കോളജിസ്റ്റുകളെ കൊണ്ടുവന്ന് 5-6 ക്ലാസ് തുടരെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ പുതിയാപ്പളിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പുതിയാപ്പളിന്റെ ഉമ്മ ഒന്ന് ചൂടാകുമ്പോഴേക്ക് എനിക്ക് അവിടെ പീഡന എന്ന് പറഞ്ഞ് ആ ബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന പെണ്ണുങ്ങൾ, എനിക്കെന്തിനാ കല്യാണം തന്നെ, ഞാൻ ഭർത്താവിന്റെ അടിമയായി ജീവിക്കാൻ പോകണമെന്നില്ല എന്ന് പറഞ്ഞ് കല്യാണം തന്നെ വേണ്ട എന്ന് വെക്കുന്ന മുസ്ലിം പെണ്ണുങ്ങൾ വളരെ വലിയ ദുരന്തമാണ്. ഈ അടുത്ത് 44 വയസ്സായ ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തും കല്യാണം കിട്ടിയിട്ടുണ്ടോ പറഞ്ഞാണ് കണ്ണെന്ന് വളർപ്പിച്ച്, എനിക്കൊന്നും ഇനി കല്യാണ ജീവിതം കുടുംബജീവിതം ഉണ്ടാവില്ല. ഒരു പ്രശ്നവുമില്ല, പെൺകുട്ടികൾക്ക് അഹങ്കാരങ്ങൾ കൂടി, അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇത് വെറും ഒരു സെക്സൽ എന്റർടൈൻമെന്റ് അല്ല. സെക്സൽ എന്റർടൈൻമെന്റിന് പകരം ഇതൊരു സ്പിരിച്വൽ എന്റർടൈൻമെന്റ് ആണ്. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ഒരിക്കലും ഇത് അടിയറ വെക്കലല്ല കല്യാണം. ഒരുത്തന്റെ മുമ്പിൽ പോയി അടിയറ വെക്കലല്ല. മുന്നോട്ടുള്ള സുഗമമായ ജീവിതത്തിന്റെ കരുത്ത് കിട്ടലാണ് വിവാഹമെന്ന് മക്കളെ പഠിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് മക്കൾ കൊടുക്കേണ്ട നിസ്കാരം, നോമ്പ്, സക്കാത്തും പഠിപ്പിക്കുന്നതിനേക്കാൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെ ഒരു ഭാര്യയാകണം, എങ്ങനെ ഒരു പുതിയാപ്പിളാകണം എന്നുള്ളതാണ്. മരിച്ച വീട് പോലെയാണ് എന്റെ പുതിയാപ്പിളിന്റെ വീട് എന്ന് പറഞ്ഞ് കല്യാണം ആ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടി കുടുംബത്തിരിക്കറിയാം. കാരണം മകരിബായാൽ അമ്മായിമയും അമ്മോശനും ആ പെരക്കാരൊക്കെ ഖുർആൻ ഓതാണ്. മരിച്ച പെരേക്ക് വരുന്ന മതിയാണ്. എന്താ മരിച്ച വരാൻ കാരണം? അവര് ഇഷാമാരിനിടയിൽ ഖുർആൻ ഓത് ഈ വീട്ടിൽ നിന്ന് ശീലിച്ചിട്ടില്ല. ഇതുപോലെയാണ് വിഷയം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത്, എങ്ങനെ ഭാര്യയാകണം, എങ്ങനെയായിരിക്കണം, ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. ക്ലാസ് കൊടുക്കണം. അവർക്ക് ഇതിന്റെ മഹത്വങ്ങളെ പറ്റി മനസ്സിലാക്കി കൊടുക്കണം. അതിന് ഇൻഷാ അല്ലാഹ് സമഗ്രമായ ക്ലാസ്സുകൾ 5-6 ക്ലാസ്സുകൾ ഉണ്ടാകും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത പെൺകുട്ടികൾ അവർക്ക് കല്യാണം കഴിച്ചാൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് പുറത്തൊക്കെ പല മഹല്ലുകളിലുണ്ട്. പ്രത്യേകിച്ച് തെക്ക് ഭാഗത്തിലൊക്കെ ചർച്ചുകളിൽ നിന്നും മുസ്ലിം പള്ളികളിൽ നിന്ന് വരെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചേക്കണമെങ്കിൽ ഈ പ്രീമാരിറ്റൽ കോഴ്സ് അറ്റൻഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ പള്ളിയിൽ നിന്ന് NS കൊടുക്കുള്ളൂ.
നിക്കാഹിന്റെ ഫോം കൊടുക്കുള്ളൂ. അപ്പൊ നമ്മളെ മഹലിൽ നിന്നും ഒരാൾ വിട്ടു നിൽക്കരുത്. അതില് ഒരു വിഭാഗീയതല്ല, സുന്നി മുജാഹിദ് ജമാഅത്ത് അങ്ങനത്തെ വിഭാഗീയതൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും SLC കഴിഞ്ഞ കുട്ടികൾ, 10ാം ക്ലാസ് മുതൽക്കുള്ള +1 +2 അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികൾ, കല്യാണ പ്രായമായവർ, ആ പെൺകുട്ടികളെ എല്ലാ രക്ഷിതാക്കളും ഈ ക്ലാസ്സിൽ അത് ഗൂഗിൾ ഫോം ഉണ്ട് ഗ്രൂപ്പിന് മറ്റൊക്കെ, നിങ്ങൾക്ക് അതിന്റെ ഗൂഗിൾ ഫോം കിട്ടും. അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് 5-6 ക്ലാസ് റെഗുലർ ആയിട്ട് ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്, ഗൗരവത്തിലെടുക്കണം. ഓരോ രക്ഷിതാക്കളും നിർബന്ധമായിട്ടും കുട്ടികളെ അറ്റൻഡ് ചെയ്യിപ്പിക്കണം. ഞായറാഴ്ചകളുടെ ക്ലാസ് ആയിരിക്കും. 5-6 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അവർക്കൊരു ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും ചെയ്യും. അത് പഠിക്കാൻ അനിവാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായ വിഷയങ്ങൾ പഠിക്കണം. അപ്പൊ ഞാൻ അത് പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ 36,000 ആത്മഹത്യ എവിടെ നമ്മുടെ കേരളത്തിൽ. എന്താ കാരണം? ഈ കേരളത്തിൽ ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്നിന്റെ വർധനവ്. വാപ്പിയമ്മയും നിർബന്ധിച്ച് ആ പുതിയാപ്പള്ളെ വേണ്ടാന്ന് പറഞ്ഞാലും കുട്ടിക്ക് അതന്നെ മതി. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴേക്ക് കുട്ടി പിന്നെ കരഞ്ഞു പറയാൻ പറ്റൂല. ഈ അടുത്തൊരു പെൺകുട്ടിയുമായി എന്റെ അടുത്ത് രക്ഷിതാക്കൾ വന്നു. ഒരുപക്ഷെ അത് സാക്ഷികളായതിന്റെ മുമ്പ് നിൽക്കുന്നുണ്ടാവും. ആ പെൺകുട്ടി ഒരു ബസ് കണ്ടക്ടറെ പ്രേമിച്ചതാണ്. ബസ് കണ്ടക്ടർ 1-ാം നമ്പർ MDMA കാരനാണ്. അത് പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാണ്ടേ, രക്ഷിതാക്കളെ കുട്ടിക്ക് പറഞ്ഞെടുത്ത് മനസ്സിലാണ്ടേ. ഈ കുട്ടിയായിട്ട് ആ പുതിയാപ്പലിന്റെ നാട്ടിൽ പോയിട്ട് കമ്മിറ്റിക്കാർ മുമ്പ് സംസാരിച്ച കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇവൻ 1-ാം നമ്പർ MDMA കാരൻ കുട്ടിയെ ഞാൻ ഒഴിവായാണ്. ഒഴിവാവില്ല, അതൊക്കെ വെറുതെ പറയാണ്. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പോലീസ് അവർക്കെതിരിട്ട FIR ഈ കുട്ടിയെ കാണിച്ചു കൊടുത്തു. നീ പ്രണയിക്കുന്ന നിന്റെ പുതിയാപ്പിളാക്കണമെന്ന് പറഞ്ഞ ഈ ബസ് കണ്ടക്ടറുടെ FIR. എന്നിട്ടും ആ കുട്ടി മാറണില്ല. ആ കുട്ടിന്റെ വാപ്പ വിളിച്ചു പറഞ്ഞു, ഉസ്താദ് ഒന്ന് ഉപദേശിക്കണം. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ കാറ് സൈഡാക്കി ഒരു 10-20 മിനിറ്റ് ഒരു മാർബിൾ കടയിൽ ഓഫീസിൽ നിന്ന് ഞാൻ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അത് എന്റെ കൈവല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആന്റെയും യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ യത്ലൂഹു അലൈഹിം ആയാതി, പരിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞ് വളരെ ഫ്രണ്ട്ലി ഒരു 20 മിനിറ്റ് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ മാറി ഉസ്താദേ, ഞാൻ പുതിയാപ്പളുടെ ഒപ്പം പോകണില്ല. അപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആ വാപ്പാക്കും ഉമ്മാക്കും സന്തോഷമായി. എത്രയോ കൗൺസിലർമാരെടുത്ത് കൊണ്ടുപോയി, എത്രയോ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി, എത്രയോ പൈസ കൊടുത്ത്. പക്ഷെ ഇപ്പൊ അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും വെച്ച് കാര്യം മനസ്സിലാക്കി അവർക്ക് ബോധ്യപ്പെട്ടു. അത് പിന്മാറി എന്ന് പറഞ്ഞു. ഇപ്പോഴും ആ പെൺകുട്ടിന്റെ വാപ്പ് പിടിക്കുന്നത് ഒരു മാസത്തിനുള്ളിലുണ്ടായ കേസ്, ഇങ്ങനെ നിരവധി കേസുകൾ. അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് ഈ ഒരു അവബോധം കൊടുത്തേ പറ്റും. 2-3 കുട്ടികളായിട്ട് ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങൾ. അപ്പൊ കല്യാണപ്രായമായ നമ്മുടെ പെൺകുട്ടികൾക്ക് നിർബന്ധമായും കൊടുക്കേണ്ട ക്ലാസ്സാണ്. പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും. കല്യാണം എന്ന് പറഞ്ഞാൽ വെറും കാമപൂർത്തീകരണം മാത്രമല്ല. പലപ്പോഴും ചെറുപ്പക്കാർ പെണ്ണിനെ ഒരു എന്റർടൈൻമെന്റ് ടൂളായിട്ട് അവരെ കാമപൂർത്തീകരണത്തിന് മാത്രം ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. ഒരു പുതിയാപ്പൾക്ക് എന്തൊക്കെ ബാധ്യതകൾ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണില്ല. ഞാൻ ചെല്ലുമ്പോ അമ്മായിമ്മ നീച്ചിക്കണില്ല എന്ന് പരാതിപ്പെട്ട പുതിയാപ്പിളെ എനിക്കറിയാം. ഞാൻ ചെല്ലുമ്പോ അമ്മോശം നീച്ചിക്കണില്ല എന്ന്. അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ചെറുപ്പക്കാർക്കുള്ളത്. അതുകൊണ്ട് ആണുങ്ങളും പഠിക്കണം. ആണുങ്ങൾക്കും SLC കഴിഞ്ഞ +1 +2 ഡിഗ്രിക്ക് തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾക്കും ഈ ക്ലാസ്സിൽ സൗകര്യമുണ്ട്. പെൺകുട്ടികൾക്ക് ഒരു ദിവസമാണെങ്കിൽ ആൺകുട്ടികൾക്ക് മറ്റൊരു ദിവസം. അപ്പൊ ഈ കോഴ്സിൽ എല്ലാവരും കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ അത് ചേർത്ത് വായിച്ചതാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തൂഫാൻ വളരെ ഉഷാറാണ്. തൂഫാൻ എല്ലായിടത്തും ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ പുതിയ ഗവൺമെന്റ് സ്വീകരിച്ച ഈ നടപടികൾ എന്തൊരു തൂഫാനെതിരെ, അത് നികുതി വരാത്ത ഗവൺമെന്റിലേക്ക് നികുതി വരാത്ത MDMA മാത്രം പിടിച്ചാൽ പോരാ എന്ന് നമുക്ക് അവർ ഓർമ്മപ്പെടുത്താനുണ്ട്. കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന കള്ളുഷാപ്പും മദ്യഷാപ്പും അതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഗവൺമെന്റ് നടത്തുന്നത്. അതോടെ വിഷയമല്ല. നികുതി വരാത്ത അല്ലെങ്കിൽ ഗവൺമെന്റിന് വരുമാനം കിട്ടാത്ത പുറത്തുനിന്ന് ചില്ലറ കച്ചവടക്കാരെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. അത് പിടിക്കുന്നത് സ്വാഗതാർഹമാണ്, വളരെ മാതൃകാപരമാണ്, ശ്ലാഘനീയമാണ്. എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുക്കണം, സപ്പോർട്ടും കൊടുക്കണം. അതോടൊപ്പം ഇവിടെ മദ്യം വെച്ചിട്ടല്ലേ പൈസ ഉണ്ടാക്കുന്നത്, വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ മുസ്ലിം പിള്ളേരെ പോലും ഈ അടുത്ത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ കളി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പണി MDMA വിതരണമാണ്. പോലീസ് പറഞ്ഞു രാത്രി 11 മണിക്ക് കളി കഴിഞ്ഞാൽ ഇരുന്നിട്ട് കട്ടഞ്ഞായ പിടിച്ചിട്ട് മതി MDMA വിതരണം ചെയ്യാൻ. ഇങ്ങനെ തിന്മയിലേക്കുള്ള വഴികൾ എളുപ്പത്തിൽ തുറന്നു കൊടുക്കുന്നതായി നമ്മുടെ കളികൾ മാറരുത്. നിങ്ങൾക്ക് രക്ഷിതാക്കളാണ്, കളി കാണാം, കളി കണ്ടോട്ടെ. അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് വിവരങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ 1000-ങ്ങളും 10,000-ങ്ങളും ചെലവഴിച്ച് അതിനുവേണ്ടി ഉറക്കമൊഴിച്ച് പണം കൊടുത്ത് താരാരാധന രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറരുത്. ഖുർആൻ പറയുന്നുണ്ട്, ഫലാ താഖിലൂൻ. കുറെ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ടല്ലോ, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇത്ര മനോഹരമാണ്. സുമ്മല തുസ്അലുന്ന, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. സുമ്മല തുസ്അലുന്ന, തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. യൗമഇദിൻ, നാളെ പരലോകത്ത്, അനിൻ നഈം, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച്. നമ്മൾ ചിന്തിക്കണല്ലേ, എത്ര അള്ളാഹു നമുക്ക് ആരോഗ്യം എത്രയാണ്. നമ്മുടെ ആരോഗ്യം ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. മൂത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇന്ന് നിങ്ങൾ മൂത്രയിച്ചപ്പോ ആ മൂത്രയിച്ച് പറയണം അൽഹംദുലില്ലാ. ഏതെങ്കിലും അന്യ പെണ്ണിന്റെ മുമ്പിൽ പൊന്തിച്ചു കൊടുക്കണ്ടേ മൂത്രം പോണില്ലെങ്കിൽ? ഇപ്പൊ ഒരാളെ ജുമാൻ മുമ്പ് വിളിച്ചിരുന്നു, മൂത്രത്തിന് പൈപ്പിട്ടൊക്കെ ഉസ്താദ് വരക്കണം. ഭാര്യപ്പുറത്തുണ്ട്, ഉമ്മപ്പുറത്തുണ്ട്, നെയ്സ് വരുമ്പോ ഓളെ മുമ്പിൽ പൊന്തിച്ചു കൊടുക്കണം. ട്യൂബിടാൻ, ഭാര്യക്ക് ട്യൂബിടാൻ പറ്റുമോ? നമ്മളെ മൂത്രം പോണില്ല. റബ്ബ് തന്ന അനുഗ്രഹങ്ങളത്തെ നമ്മൾ ചിന്തിക്കണമല്ലോ. നമ്മൾ പൊട്ടന്മാരല്ലേ, നമ്മൾ വിഡ്ഢികളല്ലേ, നന്ദി കെട്ട മനുഷ്യന്മാരാണ് നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കി. മൂത്രം പോകുന്നുണ്ട്, നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ വെന്റിലേറ്ററിലാണോ? നമ്മൾ ICUലാണോ? ഒന്നുമല്ല. ഈ തന്ന ആരോഗ്യ റബ്ബിന് വേണ്ടി എന്ത് ചെലവഴിച്ചു? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ചിലപ്പോൾ രാവിലെ നീച്ചാല്
ഈ പേട്ട ബസ് സ്റ്റോപ്പിൽ കാണും കുറെ പെണ്ണുങ്ങൾ, പേരക്കുട്ടി ഉണ്ടാവും, ഓരോ മുമ്പിൽ കയ്യിൽ വലിയ കവർ ഉണ്ടാവും. ഇത് സ്കാനിങ്ങിന്റെ കവറാണ്. MRI സ്കാനിങ്, CT സ്കാനിങ്ങിന്റെ. ബേബിക്കാ പോണത്, അല്ലെങ്കിൽ അവർ പോകുന്നത് മിംസിക്കാണ്, മെഡിക്കൽ കോളേജിലേക്കാണ്. പേരക്കുട്ടി ഉണ്ടാവും, ഫ്ലാസ്കും ഉണ്ടാവും, കുറെ ക്യൂ നിൽക്കണം. അവർക്ക് ഊട്ടിക്ക് ടൂറ് പോകുന്നതിനെ പറ്റി ചിന്ത അല്ല കേട്ടോ, അവർക്ക് കശ്മീർ ടൂറ് പോകുന്നതിനെ പറ്റി ചിന്തല്ല, അവർക്ക് കൊടൈക്കനാലും കശ്മീരും ഒന്നും അവരുടെ ചിന്തല്ല, അവർക്ക് വേൾഡ് കപ്പ് ഇല്ല, അവർക്ക് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് ക്യാൻസർ ആകാൻ ഞാൻ മതി, ഈ ഒറ്റ ചിന്തയുള്ളൂ. അവനാന മുട്ടുംകാല് ഒന്ന് മടക്കി കക്കൂസ് പോയി മൂത്രയിക്കാൻ പറ്റിയാൽ മതി എന്ന ചിന്തയുള്ളൂ. അവിടെയാണ് റബ്ബ് തന്ന ആരോഗ്യത്തെ അള്ളാഹുവിന്റെ വെറുപ്പിൽ ചെലവഴിക്കുമ്പോൾ സുമ്മന തുസ്അലുന യൗമഇദിൻ അനിൻ നഈം. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ,